എത്ര വട്ടം നീ തകർന്നുപോയിട്ടുണ്ട്? എത്ര രാത്രികളിൽ തലയിണയിൽ മുഖമമർത്തി ശബ്ദമില്ലാതെ കരഞ്ഞിട്ടുണ്ട്? സാരമില്ല, എല്ലാം ശരിയാകുമെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഉള്ളിലൊരു കടലിരമ്പുന്നത് നീ തന്നെയല്ലേ അറിഞ്ഞത്? പക്ഷേ ഒന്നോർക്കുക, നീ സഹിച്ചതിനൊക്കെ ഒരു പരിധിയുണ്ട്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും വാശികൾക്കും മുൻപിൽ നിന്റെ സ്വപ്നങ്ങൾ അറുത്തുമാറ്റപ്പെടുമ്പോൾ നീ മിണ്ടാതിരുന്നത് സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷേ ആ സ്നേഹത്തെ അവർ നിന്റെ അടിമത്തമായി കണ്ടു. നീ മടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മടുപ്പ് നിന്റെ മാറ്റത്തിന്റെ തുടക്കമാണ്. മതിയാക്ക്. നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് മുൻപിൽ ഇനിയും സ്വയം ഇല്ലാതാകുന്നത് നിർത്ത്. നിനക്കുവേണ്ടി ശബ്ദമുയർത്താൻ നീ മാത്രമേയുള്ളൂ. നിന്റെ കണ്ണീർ തുടയ്ക്കാൻ ആരും വരില്ല. ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ നിനക്ക് തിരിച്ചുവരണം. നിന്റെ ചിരി മറ്റുള്ളവർക്ക് വേണ്ടിയാകരുത്, നിന്റെ സന്തോഷത്തിനു വേണ്ടിയാകണം. തോറ്റുകൊടുക്കാൻ ജനിച്ചവളല്ല നീ, തോൽപ്പിച്ചവർക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കാൻ വിധിക്കപ്പെട്ടവളാണ്. ഇന്ന് ഈ നിമിഷം നീ ഒരു തീരുമാനമെടുക്കണം. ഇനി സഹിക്കാനല്ല, ജയിക്കാനാണ് നിന്റെ യാത്ര.